DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 12 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 6 ഓറഞ്ച് അലേർട്ടും 5 യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നലെ രാവിലെ പവന് 680 രൂപ വർദ്ധിച്ച സ്വർണ്ണവില വൈകിട്ടോടെ 440 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് രാവിലെയും താഴോട്ടുള്ള പാതയിൽ തന്നെയാണ് സ്വർണ്ണവില. പവന് 360 രൂപ കുറഞ്ഞ് 1,19,000 താഴെ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. 1,18,960 രൂപയാണ് ഒരു പൗൺ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 14,870 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്തറിയിപ്പ്, രാജ്യത്ത് നിലനിൽക്കുന്ന പാചകവാതക ക്ഷാമത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും മൂലമാണ് പലരും തിരക്ക് കൂട്ടി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രാലയം അറിയിച്ചു. പെട്രോളിയം വിദേശകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ ആഭ്യന്തര LPG ഉൽപ്പാദനം ഉടനടി 25% വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികളായ IOCL, HPCL, BPCL എന്നിവയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്നും LPG വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇതിനോടകം പുറപ്പെട്ടു കഴിഞ്ഞു. 2 ദിവസത്തിനകം ഇവ ഇന്ത്യൻ തീരത്തെത്തും. വിതരണ ശൃംഖല നിരീക്ഷിക്കാൻ പ്രധാന റിഫൈനറികളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മൊത്തം ഉപഭോഗത്തിന്റെ 60% LPGയും ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷബാധിത പ്രദേശമായ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇതാണ് വിതരണത്തിൽ നേരിയ താമസം വരുത്തിയത്. അടുത്തറിയിപ്പ്, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ അടുത്ത ഗഡുവായ 1000 രൂപയുടെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 46,000 ഉദ്യോഗാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇതിൽ പുതുതായി അപ്രൂവൽ ലഭിച്ച 36,000 പേർക്ക് ആദ്യ ഗഡുവായും ഉദ്ഘാടന വേളയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട 10,000 പേർക്ക് രണ്ടാമത്തെ ഗഡുവായുമാണ് തുക ലഭിച്ചിട്ടുള്ളത്. അപ്രൂവൽ ലഭിച്ചിട്ടും ഇപ്പോൾ തുക ലഭിക്കാത്തവർക്ക് അടുത്ത ഗഡു വിതരണ സമയത്ത് തുക അക്കൗണ്ടിൽ എത്തുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.